ഹായ് ഗൈസ്, അപ്പോൾ ഞാനങ്ങനെ അസർബൈജാനിൽ എത്തിയിരിക്കുകയാണ്. അതായത് അക്താവൂന്ന് നിന്ന് എൻ്റെ ഫ്ലൈറ്റ് അസർബൈജാനിലാണ്. ഇവിടെ ഒരു 14 അവേഴ്സ് ലേ ഓവർ ഉണ്ട്. ഈ 14 അവേഴ്സ് ഇവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് മുംബൈയിൽ നിന്ന് പിന്നെ നേരെ കൊച്ചി. ഇതാണ് എൻ്റെ ഫ്ലൈറ്റ്. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വന്ന എനിക്കൊരു പ്രധാനപ്പെട്ട പണി കിട്ടി. അത് പറയാനാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. Trip.com ഞാൻ എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാ ടിക്കറ്റും അങ്ങനെ തന്നെയാണ്, നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ Trip.com ഞാൻ 21 kg ചെക്ക് ഇൻ ലഗേജും അതുപോലെ 10 kg ഹാൻഡ് ലഗേജും വെച്ചിട്ടാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് തന്നെയാണ്, അതേ ലഗേജ് തന്നെയാണ് അക്താവൂ ടു അസർബൈജാൻ, അതായത് ബാക്കു എയർപോർട്ട്. അവിടുന്ന് ബാക്കുന്ന് മുംബൈ ടു കൊച്ചി, ഇങ്ങനെയാണ് 28 മണിക്കൂറോളം വരുന്ന ഒരു ലോങ് ഫ്ലൈറ്റാണ് ഇത്, ലേ ഓവർ അടക്കം. അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത്, ഞാൻ ബുക്ക് ചെയ്ത് എയർപോർട്ടിൽ പോയപ്പം അവിടുന്ന് അസർബൈജാൻ എയർലൈൻസിലുള്ള അവർ പറയുന്നത് അസർബൈജാൻ എയർലൈൻസ് ആണ് ഞാൻ കാണിച്ചത്. അതിന് ഞാൻ തോന്നുന്നു, യെസ്, മാറിപ്പോരുന്നല്ലോ. യെസ്, നമ്മുടെ യെസ് കണ്ടോ, യെസ് കണ്ടോ, അസർബൈജാൻ എയർലൈൻസ്. യെസ്, ഈ അസർബൈജാൻ എയർലൈൻസിലുള്ള ഇവരെന്നോട് പറയുകയാണ്, നിങ്ങൾ ബുക്ക് ചെയ്തതിൽ ചെക്ക് ഇൻ ലഗേജ് 20 kg ഇല്ലയെന്ന്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തല്ലേ. പക്ഷെ അവർ പറയുന്നത് Trip.com സ്ഥിരമായിട്ട് ഈ പ്രശ്നം വരാറുണ്ട് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഇനി അവർ കളിച്ചതാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അവർ ചെയ്ത പണി എന്ന് വെച്ചാൽ, അവർ വിചാരിച്ച എനിക്ക് റേറ്റ് കുറച്ച് തരായിരുന്നു, പക്ഷെ അവരതൊന്നും ചെയ്യാതെ ആക്ച്വലി ഒരു ആളുടെ ടിക്കറ്റിൻ്റെ അതേ എമൗണ്ട്, അതായത് അസർബൈജാൻ ടു അക്താവൂ ഓൾമോസ്റ്റ് $80 താഴെ വരുന്നുള്ളൂ. ആ $80 തന്നെ ടിക്കറ്റിന് വേണ്ടി വീണ്ടും അവരെൻ്റെ അടുത്ത് ചാർജ് ചെയ്തത്. പിന്നീട് ഞാൻ അറിഞ്ഞത് ചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട്, അതും ആ ഫ്ലൈറ്റ് കാണും, ഒരു പെട്ടിക്കട പോലത്തെ തിരുപ്പതിയിലൊരു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റിൽ 1 hour ഇവിടേക്ക് വരാൻ വേണ്ടി അവർ വീണ്ടും എൻ്റെ അടുത്ത് ചാർജ് ചെയ്തു. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, വെൻ യു പീപ്പിൾ ആർ ബുക്കിംഗ് ഇൻ Trip.com, ബി അവെയർ ഓഫ് ദിസ്. ഓക്കെ, they were saying that it's a common case, like when they book, there is a 20 kg check-in luggage will be there, but when you go to check-in, the airline will say that there is no check-in luggage booked with your ticket, so be aware of that. Okay, എല്ലാവരും ശ്രദ്ധിക്കുക ലോങ് ട്രിപ്പൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാനും ഇനിയിപ്പം എനിക്ക് റീഫണ്ട് കിട്ടുമെന്ന് അറിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതെടുത്തിട്ട് അവിടേക്ക് പോയിട്ട് റീഫണ്ട് ചെയ്യണം. പക്ഷേ ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യുന്നതെന്നുള്ളൂ. അപ്പം ഞാനിപ്പം അക്താവൂന്ന് അസർബൈജാനിലെത്തി. ഇനി ഇവിടെയാണ് ഒരു നെക്സ്റ്റ് 10 to 5 hours. അതുപോലെ അക്താവൂന്ന് അസർബൈജാനിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. അസർബൈജാനിൽ നിങ്ങൾ ശരിക്കും ഓൺലൈനിൽ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഈ വിസ ഉണ്ട്. ഈ വിസയ്ക്ക് $70 വരുന്നുള്ളൂ. ഞാൻ അവിടുന്ന് അക്താവൂന്ന് കയറുമ്പം ഈ വിസ ബുക്ക് ചെയ്യാൻ നോക്കി, ഫാസ്റ്റ് വിസ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു $140 അവർ കാണിക്കുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങളിവിടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ 3 hours വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിസ കിട്ടും. ഈ വിസയ്ക്ക് $70 വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു ഗായ്സ്, വീണ്ടും കാണാം. ബാക്കി വീഡിയോസ് ഉണ്ടാവും. ഞാൻ ഇനി അസർബൈജാനിൽ വരുന്ന 10 hours പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്.